ബിന്ദു എന്ന ദളിത് യുവതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട സമാനതകളില്ലാത്ത ക്രൂരത കേരളം ആഴത്തിൽ ചർച്ച ചെയ്ത ദിവസമാണിന്ന്. മോഷണക്കുറ്റം ആരോപിച്ച് മോശമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് റിപ്പോർട്ടറിലൂടെയാണ് ആദ്യമായി ബിന്ദു തുറന്നു പറഞ്ഞത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട ദുരിതവും ബിന്ദു തുറന്നു പറഞ്ഞു. ഒടുവിൽ മുഖം രക്ഷിക്കാൻ പേരൂർക്കട SIയെ സസ്പെൻഡ് ചെയ്തു. നീതിക്കായി കൂടെ നിന്ന റിപ്പോർട്ടർ TVക്ക് നന്ദിയുണ്ടെന്നും പോരാട്ടം തുടരുമെന്നും നിശ്ചയദാർഢ്യത്തോടെ ബിന്ദു പറയുന്നതും നമ്മൾ കേട്ടു. ഞങ്ങളുടെ റിപ്പോർട്ടർ റിനു ശ്രീധറാണ് ബിന്ദു നേരിട്ട അനീതി പുറം ലോകത്തെത്തിച്ചത്. റിനു പറയും ഇതുവരെ ബിന്ദുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്തെന്ന്. മെയ് 11 തിരുവനന്തപുരം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിനിയായിട്ടുള്ള ബിന്ദു തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അനുഭവിച്ച ദുരിതാവസ്ഥ എന്തെന്ന റിപ്പോർട്ടർ TV പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വട്ടപ്പാറ ബൈജു എന്ന് പറഞ്ഞ സാറാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പരാതി കൊടുത്തവർ SIയുടെ അടുത്തിരിക്കണം. ഞാൻ ചെന്ന് മാഡം, അപ്പോഴേ SI പറഞ്ഞു ഇവരെ മാല കണ്ടില്ലാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല മാഡം, അങ്ങോട്ട് നീങ്ങിയിട്ടടിയെന്ന് പറഞ്ഞു. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടുകാരാണ് പേരൂർക്കട പോലീസിൽ 2.5 പവന്റെ സ്വർണ്ണമാല വീട്ടിൽ നിന്ന് മോഷണം പോയി എന്നുള്ള പരാതി നൽകുന്നത്. തുടർന്നാണ് പോലീസ് ബിന്ദുവിനെ പേരൂർക്കട സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത്. വിളിച്ച് വരുത്തിയതിനു ശേഷം കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ നൽകിയില്ല, വിവസ്ത്രയാക്കി പരിശോധിച്ചു. പിന്നീട് കൊടിയ പീഡനമാണ് അവിടെ നടന്നത്. ഒരു വനിതാ പോലീസിനെ റൂമിൽ കൊണ്ടുപോയി എന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ച് എന്നെ പരിശോധിച്ചിട്ട് ഇത്തിരി ചീത്ത പറഞ്ഞു. അവരെ വണ്ടിയിലാണ് ഇവിടെ എന്നെ കൊണ്ടുപോവുകയും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ വീണ്ടും വിളിക്കും ചോദ്യം ചെയ്യാൻ. വീണ്ടും അവിടെ പോലീസിൻ്റെ അടുത്ത് ചെന്നിരുന്ന് മാല കൊടു നിന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ മക്കളെ പറഞ്ഞു അത് അവരാരെയും കൂടെ ഇറങ്ങി അങ്ങ് പൊക്കോളും, നിന്നെ ജയിലിൽ നിന്ന് വിടത്തുമില്ല, പിന്നെ നാട്ടുകാർ എന്നെ സ്വീകരിക്കുകയില്ല. എൻ്റെ ഭർത്താവ് എന്നെ കളഞ്ഞിട്ട് പോയി വേറെ പോകാൻ കഴിക്കും. 4 പേരും കൂടെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് അവർ അടിക്കാനൊക്കെ വന്നു. ഭക്ഷണം 1-2 ദിവസം എനിക്ക് തന്നിട്ടില്ല. സ്വർണ്ണമാല വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതോടുകൂടിയാണ് പിറ്റേന്ന് ബിന്ദുവിനെ വിടാൻ പോലും പോലീസ് തയ്യാറായത്. ഞാനവിടെ 3:30 ചെല്ലുന്ന സമയം മുതൽ പിറ്റേന്ന് 24-ാം തീയതി 12:30 എന്നെ പുറത്ത്. അതുവരെ ഞാൻ അതിനകത്തായിരുന്നു. മുതൽ മേടിച്ചെന്നുള്ള പരാതി എഴുതി കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് SI വിളിച്ച് തിരിച്ച് പറയുകയാണ് നിൻ്റെ ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് വേറെ ഒരു രീതിയിൽ വിളിച്ചിട്ടാണ് പറയണം, നിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്, ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ കണ്ടുപോകരുത്, ഈ നാട് വിട്ടേ പൊയ്ക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. ഞാനും കേട്ടോണ്ട് നിൽക്കുക പറയുന്നത്. താൻ അനുഭവിച്ച യാതനയെക്കുറിച്ച് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും SC/ST കമ്മീഷനും ബിന്ദു പരാതി നൽകി. പക്ഷേ അധികൃതർ ഒരു നടപടിയും എടുത്തില്ല. അവിടുന്ന് ഒരു പ്രതീക്ഷ എനിക്കില്ല സാർ. എനിക്ക് അങ്ങനെ അന്ന് കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ ഇങ്ങനെ നമ്മളടുത്ത് സാർ മറുപടി പറഞ്ഞത്. പിന്നെ ബാക്കി 2 സ്ഥലത്തും എനിക്ക് വിശ്വാസമുണ്ട്, ഇവിടുത്തത് എനിക്ക് വലിയ വിശ്വാസക്കുറവാണ് സാർ. പേരൂർക്കട പോലീസിൽ നിന്ന് താൻ അനുഭവിച്ച പീഡനം ഓരോന്നും എണ്ണി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ബിന്ദു പരാതി നൽകി. എന്നാൽ മോഷണക്കുറ്റം ആരോപിച്ചാൽ പോലീസ് ഇതൊക്കെ ചെയ്യുമെന്നും കോടതിയെ സമീപിക്കാനുമായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെ മറുപടി. P. ശശി എന്ന് പറയുന്ന ഒരു അത് വായിച്ചെന്ന് നോക്കിയില്ല, അങ്ങോട്ട് കൊടുത്തപ്പോൾ അങ്ങോട്ട് വായിച്ച് അവിടെ ഇട്ടിട്ട് പറഞ്ഞ് ഈ പരാതിക്കാർ മാല കണ്ടില്ല എന്ന് പരാതി കൊടുത്താൽ അവർ പോലീസ് പിടിക്കും, ഇതൊക്കെ കോടതിയിലാണ് പറയേണ്ടതെന്ന് മറുപടിയും പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബിന്ദു അനുഭവിച്ച അനുഭവങ്ങൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടതോടുകൂടി DGP അന്വേഷണത്തിന് ഉത്തരവിട്ടു. കണ്ടോൺമെന്റ് ACPയോട് 15 ദിവസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകുവാനായിരുന്നു ആ ഉത്തരവ്. എനിക്ക് വളരെ സന്തോഷമാണ്. തീർത്തും ആയില്ല. ഇനി ഈ പറഞ്ഞ 2 പേരെയും കൂടി പുറത്താക്കിയാൽ മാത്രമേ എനിക്ക് സന്തോഷമാവുള്ളൂ. ഒടുവിൽ ബിന്ദുവിന് നീതി ലഭിച്ചു. ആഭ്യന്തര വകുപ്പ് പേരൂർക്കട SI പ്രമോദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. ബാക്കി പോലീസുകാർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? വീഡിയോ ജേർണലിസ്റ്റ് റിജുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.